പഹൽഗാമിൽ ആക്രമണം നടത്തിയ എല്ലാ ഭീകരരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും തിരിച്ചറിഞ്ഞതായും അവരെ ശിക്ഷിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്രവാദം അത് ശിക്ഷിക്കപ്പെടാതെ പോകില്ല. നീതി ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ബീഹാറിലെ മധുബാനിയിൽ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വേദന മറച്ചുവെക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ ഭീകരാക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ കിട്ടുമെന്നും മോദിയുടെ മുന്നറിയിപ്പ്. 1 മിനിറ്റ് മൗനം ആചരിച്ച ശേഷമാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത്. അക്രമികൾക്ക് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ നൽകുമെന്ന് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ബാക്കിയുള്ള ഭീകരവാദികളെ കൂടി മണ്ണിൽ മൂടാൻ സമയമായി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസംഗത്തിൽ പാകിസ്ഥാനെ പ്രധാനമന്ത്രി പരോക്ഷമായി പരാമർശിച്ചു. ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നവരെയും ശിക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളുമായി കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ്. പാകിസ്ഥാൻ സർക്കാരിന്റെ എക്സ് അക്കൌണ്ട് ഇന്ത്യയിൽ വിലക്കി. അട്ടാരി അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് നിർത്താനും ഇന്ത്യ തീരുമാനിച്ചു. പഹൽഗാം ഭീകരാക്രമണം വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം വൈകിട്ട് നടക്കും. ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും പങ്കെടുക്കും. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പങ്കെടുക്കും. രാജ്യം വിടാൻ നിർദ്ദേശിച്ച പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യ നോട്ട് നൽകി. ന്യൂഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷന് മുന്നിൽ വൻ പ്രതിഷേധം നടന്നു. ഇത് നിരായുധരായ വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള ആക്രമണമല്ല, മറിച്ച് രാജ്യത്തിന്റെ ആത്മാവിന് നേരെയുള്ള ആക്രമണമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം രാജ്യം ദുഃഖത്തിലും വേദനയിലുമാണ്. ഇരകളുടെ കുടുംബങ്ങൾക്കൊപ്പം ഞങ്ങൾ നിലകൊള്ളുന്നു. ഈ ആക്രമണത്തിന് ഉത്തരവാദികളായവർക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമുള്ള ശിക്ഷ ലഭിക്കുമെന്ന് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ബീഹാറിന്റെ മണ്ണിൽ നിന്ന് ഞാൻ ലോകത്തോട് പറയുന്നു, ഇന്ത്യ എല്ലാ തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും തിരിച്ചറിയുകയും പിന്തുടരുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഭൂമിയുടെ അറ്റം വരെ നമ്മൾ അവരെ പിന്തുടരും. ഇന്ത്യയുടെ ആത്മാവ് തീവ്രവാദത്താൽ ഒരിക്കലും തകർക്കപ്പെടില്ല. തീവ്രവാദം ശിക്ഷിക്കപ്പെടാതെ പോകില്ല. നീതി ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും. മുഴുവൻ രാഷ്ട്രീയവും ഈ ദൃഢനിശ്ചയത്തിൽ ഉറച്ചു നിൽക്കുന്നു. മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മോടൊപ്പമുണ്ട്. ഈ സമയത്ത് നമ്മോടൊപ്പം നിന്ന വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾക്കും അവരുടെ നേതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. മധുബാനിയിലെ ജഞ്ചർപൂരിലെ ബിതേശ്വര സ്ഥാനിൽ ദേശീയ പഞ്ചായത്ത് രാജ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.